ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തിയതാകുന്ന 15 രാവുകളിൽ ഒരു രാവാണ് ലൈലത്തുൻ നിസ്ബി മിൻ ശഅബാൻ. ശഅബാനിന്റെ 15 രാവ് നമ്മളിലേക്ക് വരികയാണ്. അന്നത്തെ രാത്രി നമ്മളെല്ലാവരും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുന്നു, പരിശുദ്ധമായ ശഅബാനിന്റെ 15 രാവ് എത്തിയാൽ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ, അതിന്റെ രാത്രിയിൽ നിങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം, ജീവസുറ്റതാക്കണം. ഖുർആൻ ഓതുകയും ദിക്ർ ചൊല്ലുകയും സ്വലാത്തുകളും തസ്ബീഹുകളും തഹ്ലീലുകളും അധികരിപ്പിച്ച് ആ രാത്രി നല്ല രീതിയിൽ ഇബാദത്ത് കൊണ്ട് ജീവസുറ്റതാക്കണം. ഉറക്കിലേക്ക് പോയി ആ രാത്രിയെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. വസൂമു നഹാറഹ, അതിന്റെ പകൽ അഥവാ പരിശുദ്ധമായ 15ന്റെ ദിവസം, അറബി മാസം 15ആണെന്ന്, ബറാഅത്ത് ദിനമാണെന്ന്, അതിൻ്റെതാകുന്ന പകലിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ രാത്രി ഇജാബത്ത് കിട്ടുന്ന രാത്രിയാണ്. ദുആഇന് ഇജാബത്തുണ്ട് എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഗസാലി ഇമാം തങ്ങൾ രേഖപ്പെടുത്തി വെച്ച 15 രാവുകളിൽ, വർഷത്തിൽ കിട്ടുന്നതാകുന്ന 15 രാവുകളിൽ ഒരു രാവാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാൻ 15-ാം രാവ്. ഞാനിത് പറയാൻ കാരണം ഒരുപക്ഷെ അടുത്ത 4 ദിവസം വാതിലും ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ പോയേക്കാം. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഇത് ഉണർത്തുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളൊരു വാതിലിന്റെ മജ്‌ലിസിൽ വന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അമലിന് ലഭിക്കുന്ന എന്തെങ്കിലും വേണം. അതിനാണിത് പറയുന്നത്. പ്രത്യേകിച്ച് സഹോദര സഹോദരിമാർ പലപ്പോഴും പരാതി പറയാറുണ്ട്, ഉസ്താദേ എനിക്ക് ദുആഇന് ഇജാബത്ത് കിട്ടിയിട്ടില്ല, ഉത്തരം കിട്ടിയിട്ടില്ല. നമുക്ക് ഉത്തരം ലഭിക്കുവാനും നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറുവാനും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിങ്കലേക്ക് നമുക്ക് ഏൽപ്പിക്കാനും പറ്റുന്നതായ നല്ല ദിവസങ്ങളും നല്ല രാവുകളും നല്ല മാസങ്ങളുമുണ്ട്. ഈ രാവുകളും ഈ മാസങ്ങളും ഈ പവിത്രമാക്കപ്പെട്ടതായ ദിനങ്ങളുമൊക്കെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുമ്പോഴേ മുൻഗാമികളാകുന്ന ആളുകൾ 5000-ഉം 3000-ഉം 4000-ഉം 2000-ഉം വർഷമൊക്കെ ജീവിച്ചതാകുന്ന ആളുകൾ ചെയ്ത അമലിനേക്കാൾ പവിത്രത ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് 50 വയസ്സുകൊണ്ട് 60 വയസ്സുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഈ രാവുകളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതെ പോയാൽ മുൻഗാമികൾ ചെയ്ത അമലിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരിക്കലും എത്തിക്കുകയില്ല. അതിനുവേണ്ടിയാണല്ലോ ലൈലത്തുൽ ഖദ്ർ അള്ളാഹു നമുക്ക് നൽകിയത്. റമദാനിന്റെ അവസാനത്തതാകുന്ന 10 ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെയുള്ള നല്ലതാകുന്ന രാവുകളും ദിവസങ്ങളും നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യമതാ. നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആഇന് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയുന്ന സഹോദരിമാർ ഈ രാവുകളെ ശരിക്കും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി ഖുർആൻ ഓതുകയും നിസ്കാരങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കുകയും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പണ്ട് കാലം മുതലേ നമ്മുടെ സമുന്നതരാകുന്ന ആലിമീങ്ങളും വലിയ ഔലിയാക്കളും മഹാന്മാരും ജീവിതത്തിൽ ചെയ്തു വന്നതായ അമലുകളാണല്ലോ ആ ബറാഅത്ത് രാവ് എന്നറിയപ്പെടുന്ന ശ്രേഷ്ഠമായ രാവിൽ 3 യാസീൻ നമ്മൾ നിത്യമായി പാരായണം ചെയ്യാറുണ്ട്. മഗ്‌രിബിന് ശേഷമാണ് അത് ഓതാറുള്ളത്. 3 യാസീനും മുടങ്ങരുത്, എല്ലാവരും അത് ഓതണം. അത് വലിയ പുണ്യമുള്ളതാണ്, മഹത്വമുള്ളതാണ്, മുജറബായ വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെട്ടതിലൂടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുണ്ട് ആലിമീങ്ങൾ, ഉലമാക്കൾ. അത് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. 3 യാസീൻ ഓതുന്നു. ഒന്നാമത്തെ യാസീൻ നമുക്ക് റിസ്ഖുകൾ വിശാലമാകാനുള്ള നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഓതി. രണ്ടാമത്തെ യാസീൻ എല്ലാവിധമാകുന്ന ബലാ മുസീബത്തുകൾ ഇടങ്ങേറുകളെ തൊട്ടുള്ള സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, അതിനുവേണ്ടി നമ്മൾ ഓതി. മൂന്നാമത്തത് ദീർഘായുസ് ലഭിക്കുന്നതിന് വേണ്ടിയും സൂഉൽ ഖാത്തിമയെ തൊട്ട് അഥവാ മോശമാകുന്ന അന്ത്യമുണ്ടാവുന്നതിനെ തൊട്ടുള്ള കാവൽ തേടിക്കൊണ്ടും ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്തോതി. ഇത് നമ്മുടെയൊക്കെ പണ്ട് കാലം മുതലേ നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വസൂരികൾ നമുക്ക് ചെയ്ത് കാണിച്ചു തന്ന മാതൃകയാണ്. അതെന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരും ഈ വരുന്നതാകുന്ന മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇശാഇന് മുമ്പായി ചെയ്യേണ്ടതാണ്.
അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. എല്ലാ ദിവസവും ഓതേണ്ടതാണത്. സൂറത്തുൽ മുൽക്ക് 30 ആയത്താണ്. മുടങ്ങാതെ അത് കൃത്യമായി ഓതിയാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ സൂറത്തു ദുഖാൻ ഓതിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ടതായ സൂറത്തു ദുഖാൻ പാരായണം ചെയ്താൽ 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി ഏൽപ്പിക്കുകയാണ്. സുബഹി വരെ അവന് വേണ്ടി പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാഷാ അല്ലാഹ്. അപ്പൊ മഗ്രിബിന് ശേഷം ഓതിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുടങ്ങരുത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടുവരേണ്ടതാകുന്ന സൂറത്തു ദുഖാൻ. അതിന് ഈ രാത്രി മാത്രമല്ല, എല്ലാ രാത്രിയിലും ഓതിയാലും ഇതേ കൂലിയാണ്. സുബഹി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല 70,000 മലക്കുകളെ അവന് വേണ്ടി പാപമോചനത്തിന് അർപ്പിക്കും. അല്ലാഹുവേ, മടന്നടയിലുള്ളതാകുന്ന ഇന്ന മനുഷ്യന് നീ പാപമോചനം കൊടുക്കണേ നാഥാ, പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. قال رسول الله صلى الله عليه وسلم من قرأ حميم الدخان في ليلة يستغفر له 70,000 ملك حتى يصبحا. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ആരൊരുവൻ പരിശുദ്ധമാക്കപ്പെട്ടതായ സൂറത്തു ദുഖാൻ രാത്രിയിൽ പാരായണം ചെയ്തു, നേരം പുലരുന്നത് വരെ അവന് വേണ്ടി 70,000 മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് നബിയനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ കഴിയുന്നതാകുന്ന ഖുർആൻ ഓതലുകൾ, ദിക്റുകൾ കൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി ആ രാത്രി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലതുപോലെ ദുആ ചെയ്യാം. ശരിക്കും ദുആ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നേടാനുണ്ട്. അതൊക്കെ അന്നത്തെ രാത്രിയിൽ പ്രത്യേകമായി ചോദിക്കുക. എപ്പോഴും ദുആ ഇരക്കണം. അന്നത്തെ രാത്രിയിൽ പ്രത്യേകം ദുആ ഇരക്കണം. ദുആ ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങളൊന്നും പൂർത്തീകരിച്ചു തരൂല സഹോദരങ്ങൾ. പലരും പറയാറുണ്ട്, എന്റെ കാര്യങ്ങളൊന്നും പടച്ചറബ് നടത്തി തരുന്നില്ല. അല്ലാഹുവോട് ചോദിക്കണ്ടേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദബതും ഫസൗഫ യകൂനു ലിസാമാ. നബിയേ, നബിയേ, ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ, അറിയിച്ചു കൊടുക്കണേ ഹബീബേ. മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളെ എന്റെ റബ്ബ് പരിഗണിക്കുകയില്ല. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാതെ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല. നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കാതെ ദുആ ചെയ്യാതെ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയേ ഇല്ല. എല്ലാത്തിന്റെയും സ്വീകാര്യത എന്താണ്? ദുആ ചെയ്യലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പല ആളുകളും നിസ്കാരത്തിന് ശേഷം ദുആയിനിരിക്കാറില്ല. ഖതീബ് ഉസ്താദ് ദുആ ചെയ്യുന്നത് ആർക്കാ? ഈ നാട്ടിലുള്ളതാകുന്ന ആളുകൾക്ക്. വന്ന് നമസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജീവിത നിലവാരം മെച്ചപ്പെടാനും മക്കൾ സ്വാലിഹീങ്ങളാകാനും ദുആ രക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോവാൻ. എന്നാ ഒറ്റയ്ക്ക് ദുആ ചെയ്യോ? അതുമില്ല ജീവിതത്തിൽ. ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്ന ചാകുന്ന ചില ആളുകൾ പറയാറുള്ളത് ഒറ്റയ്ക്ക് ദുആ രക്കുന്നില്ല പുണ്യം. എന്നാ ഒറ്റയ്ക്ക് അവർ ദുആ രക്കുന്ന ജീവിതത്തിൽ ഒന്ന് കാണിച്ചു താട്ടെ. അതുമില്ല. ഒറ്റയ്ക്ക് ദുആ രക്കലുമില്ല. ദുആ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്. നിന്റെ ജീവിതത്തിൽ മുടങ്ങാതെ കൃത്യമായിട്ട് പ്രാർത്ഥന അനിവാര്യമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പ്രത്യേകമായ കാരുണ്യം ചൊരിയുമേ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ യൻസിലുല്ലാഹു തആല ഇലാ സമാഇ ദുനിയാ.
ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പ് ഭൂമിയിലേക്ക് അവന്റെ തിരുനോട്ടം ഉണ്ടാകുമത്രേ. പരിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാനിന്റെ 15-ാം രാവ് പ്രത്യേകമായി അല്ലാഹുവിന്റെ തിരുനോട്ടം ഉണ്ടാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ രാത്രിയിൽ പ്രത്യേകമായി അല്ലാഹു കാരുണ്യം ചൊരിയുകയാണ്. അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലനാ അലാ മുസ്തർസിഖിൻ ഫർസുഖ ലനാ അലാ മുബ്തലൻ ഫവാഫിയ ലനാ. ആരാണ് ഈ രാത്രിയിൽ പടച്ചറപ്പിനോട് പാപമോചനത്തിന് തേടുന്നത്? അവർക്ക് തീർച്ചയായും ഞാൻ പുറത്തു കൊടുക്കുമേ. അല്ലാഹ് പറയുകയാണ്, മലക്കുകൾ മുഖേന അറിയിക്കുകയാണ്, അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലനാ. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവരെ, വ്യഭിചരിച്ചവരെ, സിനിമ കണ്ടവരെ, സീരിയൽ ദർശിച്ചവരെ, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോയ ചെറുപ്പക്കാരാ, ഹറാമാകുന്ന ജീവിതം നയിച്ചതാകുന്ന മുസ്ലിമേ, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ശഅബാനിന്റെ 15-ാം രാവിൽ പ്രത്യേകമായി അല്ലാഹു അവൻ ലോകർക്ക് പൊറുക്കൽ നൽകുകയാണ്, പാപമോചനം നൽകുന്ന രാത്രിയാണ്. വലില്ലാഹി വതഖാഉ മിനന്നാർ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമത്രേ. പഠിച്ചു വെക്കണേ. പാപമോചനത്തിന് തേടുന്ന രാവാണ് പരിശുദ്ധമായ ശഅബാനിന്റെ 15-ാം രാവ്. അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലനാ. തെറ്റുകുറ്റങ്ങൾ ചെയ്തവരെ പടച്ചറപ്പിലേക്ക് പൊറുക്കൽ തേടണേ. അല്ലാഹുവേ, എന്റെ ജീവിതം മോശമായി പോയി അല്ലാ. ഇതുവരെ ഞാൻ എന്റെ ജീവിതത്തിൽ ലഹരികൾ ഉപയോഗിച്ചു പോയി അല്ലാ. കള്ളു കുടിച്ചു പോയി റബ്ബേ. ഹറാമായ തലത്തിലേക്ക് കണ്ണ് കൊണ്ടുപോയിട്ടുണ്ട് അല്ലാ. കാത് കൊണ്ടുപോയി റബ്ബേ. നാവ് മലീമസമായി പോയി അല്ലാ. എനിക്ക് പാപമോചനം നൽകണേ അല്ലാ. എനിക്കെന്റെ പാപങ്ങൾ പൊറുക്കണേ നാഥാ എന്ന് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരുണ്ടോ? അല്ലാഹു അവർക്ക് പാപമോചനം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ട ഈ രാവിൽ പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ ഓതിക്കൊണ്ട് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുന്ന വ്യക്തികളുണ്ടോ? അലാ മിൻ മുസ്തർസിഖിൻ ഫർസുഖനാ. അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചറബേ, എനിക്ക് നീ റിസ്ക് വിശാലമാക്കണേ അല്ലാ. വിഭവങ്ങൾ നൽകണേ അല്ലാ. റിസ്ക് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല. നിനക്കുള്ള വീട് വിഭവത്തിൽപ്പെട്ടതാണ്, നിനക്ക് വാഹന വിഭവത്തിൽപ്പെട്ടതാണ്. നിന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ ഏതെല്ലാം കാര്യങ്ങൾ നിനക്ക് അനുയോജ്യമായി വേണമോ അതെല്ലാം റിസ്ക് എന്ന് പറയുന്ന പദത്തിൽ പെട്ടിട്ടുണ്ടത്രേ. ഈ രാത്രിയിൽ പടച്ചറപ്പിനോട് നീ ചോദിക്കണേ, അടുത്ത ഒരു വർഷത്തേക്ക് എനിക്ക് നീ റിസ്ക് വിശാലമാക്കി തരണേ അല്ലാ. ആഹാരപാനീയങ്ങൾ മാത്രമല്ല, മനോഹരമായ വീട്, മനോഹരമായ വാഹനം, മനോഹരമാകുന്ന ജീവിത പശ്ചാത്തലങ്ങൾ എനിക്കും എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിന്, ഭാര്യയ്ക്ക്, മക്കൾ, കുടുംബാദികൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചറപ്പിനോട് ഈ രാവിലെ തേടുന്നവന് അല്ലാഹു അത് നൽകുമെന്നും നബിയുനാ റസൂലുള്ളാഹി. അലാ മുബ്തലൻ ഫവാഫിയ ലഹു. ഈ രാവിൽ വിഷമങ്ങളും പ്രയാസങ്ങളും കെടുതികളുമായി കൈകാലുകൾ തളർന്നു പോയവർ, വീടിന്റെ അകത്തലങ്ങൾ ഒറ്റപ്പെട്ടു പോയതാകുന്ന പ്രായം ചെന്ന ഉമ്മമാരില്ലേ, ഉപ്പമാരില്ലേ, രോഗികളായി കിടക്കുന്നവരില്ലേ, വാതിന് വേണ്ടി വരാൻ താല്പര്യമുണ്ട് പക്ഷേ കാലുകൾക്ക് സ്വാധീനമില്ല എന്ന് പറയുന്ന സഹോദരിമാരില്ലേ, കൈകാലുകൾക്ക് സ്വാധീന ശക്തി നഷ്ടപ്പെട്ടു പോയി എന്ന് അവകാശവാദം ഉന്നയിക്കുന്നവരില്ലേ, ജീവിതത്തിൻ്റെതാകുന്ന എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി, കാഴ്ചശക്തി ഇല്ലാതായി പോയതാകുന്ന ആളുകളില്ലേ, ഒറ്റപ്പെടലിന് ദിനരാത്രങ്ങൾ എണ്ണി എണ്ണി കഴിയുന്നവരെ, ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ രാവിൽ, പുണ്യമാക്കപ്പെട്ടതായ ശഅബാനിന്റെ 15-ാം രാവിൽ പടച്ചറപ്പിലേക്ക് വിപത്തുകൾ എണ്ണി എണ്ണി പറഞ്ഞ്, പ്രത്യാസങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് എനിക്ക് സൗഖ്യം നൽകണേ എന്ന് തേടുന്നവരുണ്ടോ? അവർക്ക് അല്ലാഹു ശാരീരികമായ സിഹത്ത് നൽകുമെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ചോദിച്ചു വാങ്ങണം നമ്മൾ. അതിനുള്ള ഒരു രാവാണ് തന്നിരിക്കുന്നത്. എന്താണ് ദിവസം പറഞ്ഞ എന്നാ ഡേറ്റ് പറയും?
ആ ചൊവ്വാഴ്ച ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാത്തവരെ ഒരു സ്റ്റേജിൽ കൊണ്ട് നിർത്തും. എല്ലാവരും കാണാൻ ലൈവിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. റൂഹായബാനുള്ള ആൾക്കാരൊക്കെ കാണും. എന്നാണിത് ചെയ്യേണ്ടത്? വരുന്ന ചൊവ്വാഴ്ച രാത്രി. എത്ര യാസീനാണ്? 5 യാസീൻ. അതാ എത്ര യാസീൻ? 3 യാസീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ നല്ലതുപോലെ ശ്രദ്ധിക്കണം. വരുന്ന ചൊവ്വാഴ്ച രാത്രി ഇബാദത്ത് എടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പകൽ എന്ത് ചെയ്യണം? ബുധനാഴ്ച രാവിലെ എന്ത് ചെയ്യണം? നോമ്പ് പിടിക്കുകയും ചെയ്യണം. സുന്നത്ത് നോമ്പ്, ബറാഅത്തിന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലയെ കൊണ്ട് പിടിച്ചുകൂടാൻ ഞാൻ കരുതി. അറബി മാസത്തെ 15ാമത്തെ ദിവസമാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം റംലി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. നമ്മുടെ മദ്ഹബ് ശാഫി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാമുന റംലി റളിയല്ലാഹു അൻഹു. കർമ്മശാസ്ത്ര വിഷയത്തിൽ ഇമാം റംലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, ഈ 2 മഹാന്മാരും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീർപ്പ് പറഞ്ഞാൽ അതിൽ പിന്നീട് ആരും തിരിഞ്ഞു നോക്കേണ്ടിയില്ല. അത്ര വലിയ സമുന്നതരായ പണ്ഡിതന്മാരാണ്. നേരത്തെ ഓതി വെച്ചതാകുന്ന ഹദീസ് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാനിന്റെ 15ാം രാവിൽ ഇബാദത്ത് എടുക്കണമെന്നും പകൽ നോമ്പ് പിടിക്കണമെന്നുമുള്ളതാകുന്ന ഈ ഹദീസ് അത് വെച്ചിട്ട് അമൽ ചെയ്യാൻ പറ്റുമോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അമലിന് പറ്റിയതാകുന്ന ഹദീസാൻ യുസന്നു, നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുക, 15-ന് നോമ്പടിക്കൽ സുന്നത്താണ്. മന്നല്ല, ബഹുമാനപ്പെട്ടവർ പറയുന്ന 15-ന് മാത്രമല്ല 13 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ശഅബാനിന്റെ 14 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. സുബ്ഹാനല്ലാഹ്. അറബി മാസം, എല്ലാ അറബി മാസവും അയ്യാമുൽ ബീദ് എന്ന് പറയുന്ന ദിവസങ്ങളുണ്ട്. 13, 14, 15. അയ്യാമു സൂദ് ഉണ്ട്. ഒന്ന് വെളുത്ത വാവ്, മറ്റൊന്ന് കറുത്ത വാവ്. അതേതാണ് അയ്യാമു സൂദ് എന്ന് പറയുന്നത്? 27, 28, 29 അറബി മാസമാണ് ഈ പറയുന്നത് കേട്ടോ, ഇംഗ്ലീഷ് അല്ല. നമ്മളൊക്കെ മോമിനീങ്ങളാണ്. അറബി മാസ കലണ്ടർ പ്രകാരമാണ് ഈ പറയുന്നതൊക്കെ. എല്ലാ അറബി മാസത്തിലും ഉണ്ട് ഈ സുന്നത്ത് നോമ്പ്. 13, 14, 15. അതോടൊപ്പം തന്നെ 27, 28, 29. 29 പിറ കണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒന്നായി, കണ്ടില്ല എങ്കിൽ 30 ദിവസം പൂർത്തിയാക്കി അതിനടുത്ത ദിവസം ഒന്നായി. അങ്ങനെയാണ് നമ്മുടെ കണക്ക് പോകുന്നത്. ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാ അറബി മാസവും ഉണ്ട് ഈ സുന്നത്ത്. ഇത് നോക്കുന്ന ധാരാളം ആളുകളും സമൂഹത്തിലുണ്ട്. നമ്മളൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം ഇത് കേൾക്കുന്നത്. കേട്ടവർ തന്നെ ജീവിതത്തിൽ അമൽ ചെയ്തോണമെന്നില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, 13, 14, 15 എന്നീ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കൽ എല്ലാ മാസത്തിനും ശ്രേഷ്ഠമാണല്ലോ. അതൊക്കെ ഒരു കണക്ക് വെച്ച് നോക്കിയാലും 13, 14, 15 ശഅബാനിൽ നോമ്പനുഷ്ഠിക്കാൻ 15ആണ് എന്ത് വരുന്നത്? വിശുദ്ധമായ ബറാഅത്തിന്റെ ദിനം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസം നോമ്പനുഷ്ഠിക്കൽ പുണ്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ അത് സാധിച്ചില്ല എങ്കിൽ 15എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പിടിക്കൽ. അപ്പൊ അയ്യാമുൽ ബീദിന്റെ സുന്നത്തായ നോമ്പും ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പും അതോടൊപ്പം തന്നെ വിശുദ്ധമായ റമളാനിലെ നോമ്പ്, ഞാൻ ഫർളായ നോമ്പ് ഖളാ വീട്ടുന്നു എന്നുകൂടി രാവിലെ ഇടയത്താഴ സമയത്ത് നിയ്യത്ത് ചെയ്താൽ ഒരൊറ്റ വെടിക്ക് എത്ര ബഷീർ? 2 അല്ല 3 കിട്ടി. അതാ പറഞ്ഞത്. സാധാരണ ഒരു വെടിക്ക് 2 പക്ഷി എന്നാ പറയുന്നത്. ഇവിടെ ഇപ്പൊ 3 കിട്ടുക. മനസ്സിലായി? നിയ്യത്ത് എങ്ങനെ വെക്കണം? ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പും അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നോമ്പും അതോടൊപ്പം തന്നെ വിശുദ്ധമായ റമളാനിന്റെ ഖളാ നോമ്പ്, ഫർളായ നോമ്പ് ഖളാ വീട്ടുന്നു എന്നുകൂടി നീ നിയ്യത്ത് ചെയ്താൽ ഒറ്റ വെടിക്ക് 3 നോമ്പ് കിട്ടുക. ബറാഅത്ത് നോമ്പും കിട്ടി, അയ്യാമുൽ ബീദിന്റെ നോമ്പും കിട്ടി. കഴിഞ്ഞ റമളാനിൽ നിനക്ക് ഖളാ വീട്ടാനുണ്ടായിരുന്ന നോമ്പ് കൂടി അൽഹംദുലില്ലാ ഇതിന്റെ കൂടെ വീട്ടുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നില്ലെന്ന് പറഞ്ഞാൽ, ഇത് നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞു പോയാൽ തന്നെ ചില ആളുകൾക്ക് ഇതിന്റെ നിയ്യത്ത് വെക്കാൻ അറിയാൻ പാടില്ല. അതെങ്ങനെ വെച്ചാൽ വീടും, വേറൊന്നും കൂടി ചെയ്താൽ വീടുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ ഒരുപാടുണ്ടോ. അതുകൊണ്ടാണ് വാതിലടച്ചങ്ങനെ പോവാൻ ശ്രദ്ധിക്കാൻ വേണ്ടി കേട്ടാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിലർക്കറിയാം, പക്ഷെ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇത് പരസ്യപ്പെടുത്തി പൊതുവായിട്ട് പറയുന്നത്.
മാത്രമല്ല ഈ നിയ്യത്ത് വെക്കുമ്പോ ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. മാഷാ അല്ലാഹ്, നല്ല വെള്ളമൊക്കെ കൊണ്ടാവും, എന്താ വേണോ അത് കിട്ടിയപ്പോഴേ കുടിക്കാൻ തുടങ്ങി, ദാഹിച്ചിരിക്കുന്ന പോലെ. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. മാഷാ അല്ലാഹ്, അത് ആരാണത് സ്പോൺസർ ചെയ്ത് അവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്പോൺസർ ചെയ്തതാണോ? അത് എല്ലാ ദിവസവും അങ്ങനെ ഓരോരുത്തരൊക്കെ സ്പോൺസർ ചെയ്യും, നല്ലതാണ്. അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. ഒരു ദിവസം അങ്ങനെ മട്ടൻ ബിരിയാണി, ഒരു ദിവസം ചിക്കൻ, ഒരു ദിവസം ബീഫ്, അങ്ങനെ വെറൈറ്റികൾ വരട്ടെ. എന്താ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ നല്ല റാഹത്തായിരിക്കും. അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. ആമീൻ പറയും. നമുക്കൊരു ചുണയിലല്ല, എല്ലാവർക്കും ഒരു ക്ഷീണം പോലെ. എന്ത് പറ്റി? ഉറങ്ങുന്ന സമയമായ 9 മണിയായി, ഉറങ്ങോ നേരത്തെ? ഇല്ല. എന്റെ സാധാരണ സമയം വെച്ച് നോക്കിയിട്ട് സാധാരണ എനിക്ക് സംഘാടകർ ഇങ്ങോട്ട് മൈക്ക് തരാറുള്ളത് 9:30. നേരത്തെ വിളിച്ചു വരുത്തും. ഇന്നലെ മിനിഞ്ഞാന്നും എല്ലാ കളിയാണ്. 8 മണിക്ക് തുടങ്ങുമെന്ന് പറയും, പക്ഷെ 9:30 സാധാരണ. പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഓരോ പരിപാടികളാണ്, പൊതുസമ്മേളനങ്ങൾ, വിഷയങ്ങളാണ്. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോ നേരത്തെ മൈക്ക് കിട്ടി, അതുകൊണ്ട് 10 മണിയാകുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് പോവുകയും ചെയ്യും. മാടൻ നട ബ്രദേഴ്സ് വെള്ളവും അവലും സ്പോൺസർ. അൽഹംദുലില്ലാഹ് അവര് കൊടുത്തവർക്ക് ഇപ്പഴേ ലാസ്റ്റാണ് പോവാൻ നേരത്തോട്. നീ എന്താ വേണം? ഇവിടെ കാണാൻ 5 സെന്റ് എടുത്തുകൂടെ കൂടായിരുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് മാടന്നടയാണോ മടന്നടയാണോ? പിന്നെന്തോ ഫ്ലക്സിനകത്ത് ഞാൻ ആദ്യം മടന്നട, ഞാനും ആലോചിച്ചത് ഫ്ലക്സില് തെറ്റാണ്. താഴെ എഴുതിയിരിക്കുന്ന കറക്റ്റാണ്. അതായത് ആ പ്രൂഫ് നോക്കിയ ആൾക്ക് കൈ കൊടുക്കണം, ഷെയ്ക്കാൻ്റെ കൊടുക്കണം. SSLC ബുക്കൊക്കെ മൂപ്പറയില കൊടുക്കണ്ടത് തീർത്ത്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. ആമീൻ പറയും. വെള്ളം എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങളെ ശ്രദ്ധ പോയ വഴി അങ്ങ് ഞാനും കൂടെ വന്നാണ്, ഇനി തിരിച്ചുകൊണ്ടുവരാണ്. ഇവിടെ ശ്രദ്ധിക്കും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഇത് സ്പോൺസർ ചെയ്തതാകുന്ന നമ്മുടെ ബ്രദേഴ്സ്, മാടനട ബ്രദേഴ്സ്, അള്ളാഹു അവർക്ക് ഖൈറു ബറക്കാത്ത് പോലെ ചൊരിയുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സദസ്സിനൊരു നിയ്യത്ത് കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, നമുക്ക് പള്ളിയിൽ ഖബർസ്ഥാനിന് സ്ഥല സൗകര്യം വളരെയേറെ കുറവാണ്. അതുകൊണ്ട് തന്നെ കമ്മിറ്റി ഭാരവാഹികൾ സൂചിപ്പിച്ചു, അതിനോടൊപ്പം അല്പം കൂടി സ്ഥലം നമുക്ക് ലഭിക്കാനുണ്ട്. സ്ഥലം കിടപ്പുണ്ട്, പക്ഷെ അതിനുള്ളൊരു സാമ്പത്തിക സ്വരൂപം കൂടി ഇതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്. പക്ഷെ അത് ലാസ്റ്റൊന്ന് തുടങ്ങിയിടും, ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ. അപ്പോൾ അത് മനസ്സിലൊന്ന് കരുതിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിയ്യത്തൊന്ന് വെച്ചോണം, എത്ര നൽകണമെന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷിയാണ്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. അപ്പൊ ഇമാമുന റംലി റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തി 13, 14, 15 എന്നീ മാസങ്ങൾ, എന്നീ ദിവസങ്ങൾ പരിശുദ്ധമായ ശഅബാനിൽ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. അതിൽ 15ാമത്തെ ദിവസമാണല്ലോ നിങ്ങളിപ്പോ ഈ ചോദിച്ചതാകുന്ന വിശുദ്ധമാക്കപ്പെട്ട ബറാഅത്ത് ദിനം. അതെന്തുകൊണ്ടും അഭികാമ്യമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ രീതിയിൽ നിയ്യത്ത് വെക്കുക. 3 നോമ്പ് കൂടി നമുക്ക് ലഭിക്കും. റമദാനിലെ നോമ്പ് ഒരുപാട് ആളുകളുണ്ട് ഖളാ വീട്ടാനുള്ളത്, നിർബന്ധമായും അത് വീട്ടിയിരിക്കണം. കഴിഞ്ഞ റമദാനിലെ നോമ്പ് ഈ റമദാൻ എത്തുന്നതിന് മുമ്പ് വീട്ടിയില്ല എങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുക? പ്രശ്നം നോമ്പ് ഫർളായ നോമ്പാണ്, ഫർള് ഐനാണ്, അവനവന്റെ മേൽ സ്വന്തമായി നിർബന്ധമായതാണ്. വീട്ടിയില്ലെങ്കിൽ അതിന്റെ ശിക്ഷ ഉണ്ടാവും. പിന്തിക്കുന്നതിന്റെ ഒരു ശിക്ഷ എന്തായാലും ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണമില്ലാതെയാണ് പിന്തിക്കുന്നത് എങ്കിൽ അതിന്റെ ഒരു ശിക്ഷ ഉറപ്പായിട്ടും ഉണ്ടാവും. ഏതുപോലെ നിസ്കാരം പിന്തിക്കുന്നത് പോലെ ഈ റമദാന് മുമ്പായിട്ടത് നീ വീട്ടണം, നിർബന്ധമാണ്. സഹോദരിമാരൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. നോമ്പിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് യാതൊരു ഇളവുമില്ല. റമദാനിലെ നോമ്പിന്റെ വിഷയത്തിൽ ഒരു ഇളവും അള്ളാഹു നൽകിയിട്ടില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇളവുണ്ട്. അശുദ്ധി ഉണ്ടായി, ഒരാഴ്ചയോളം നിങ്ങൾക്ക് ഹൈളാണ് എങ്കിൽ നിങ്ങൾ നിസ്കരിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഇളവാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതേസമയത്ത് റമദാനിൽ നിങ്ങൾക്ക് അശുദ്ധിയാണ്, നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല, സാധിച്ചില്ല എങ്കിൽ റമദാൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഖളാ വീട്ടണം. സാധാരണ ഒരു 6 നോമ്പൊക്കെയാണ് സാധാരണ രീതിയിൽ സ്ത്രീകൾക്ക് ഒഴിവാകുക അശുദ്ധിയുടെ കാലയളവ്. അതിനാണ് വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ ഉടനെ
റമദാനിൻ്റെതാകുന്ന കഴിഞ്ഞ് പ്രത്യേകമാകുന്ന പെരുന്നാളാകുന്ന ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മുതൽക്ക് ശവ്വാലിന്റെ 6 നോമ്പ് നൽകപ്പെട്ടിട്ടുള്ളത്. 6 ദിവസത്തെ ആ നോമ്പ് നിങ്ങൾക്ക് ഖളാ വീട്ടാനുള്ളത് അവിടെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വളരെ ശ്രേഷ്ഠമായ നോമ്പാണ് ഏത്? ശവ്വാലിന്റെ 6 നോമ്പ്. അധിക ആളുകളും ശ്രദ്ധിക്കാറില്ല. ഇവിടെ ശ്രദ്ധിക്കണം. പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ പോത്ത് 3 കിലോ പിന്നെടുത്തുനിന്ന് വാങ്ങി, അപ്പുറത്തുനിന്ന് 2 കിലോ മട്ടൻ വാങ്ങി, ഇതിങ്ങനെ ആവി കയറ്റി കഴിച്ച് വരുമ്പോൾ ഏകദേശം 7 കഴിയും. പിന്നെ പിടിച്ചോളാന്നാ പറയുന്നത്. അങ്ങനെയൊന്നും പിടിക്കുന്ന കാര്യമില്ല. അന്നന്ന് പിടിച്ച് വീട്ടുന്നതിലാണ് കാര്യം. ഒരു ടൂറ് പോക്കാണ്. പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ആചാര്യം കുടുംബം ഒന്നായിട്ട് ടൂറൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും 10 കഴിഞ്ഞ്, നോമ്പും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 6 നോമ്പെന്ന് പറയുന്ന പരിപാടി നമുക്കില്ല. അത് വേറെ ഏതോ സമുദായത്തിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നവരുണ്ട്. ഒരിക്കലും ഇല്ല. വിശുദ്ധമായ ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ളതാണ്. ആ ഹദീസിൽ ആർക്കും സംശയമില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അമൽ ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നിങ്ങളുടെ നോമ്പ് അവിടെ തന്നെ നോറ്റ് വീടാമായിരുന്നു. പക്ഷെ അത് പിന്തിച്ച് ഇപ്പോഴും ആ നോമ്പ് ഖളാ വീട്ടാത്ത ഒരുപാട് ഉമ്മമാര് ഈ ഓൺലൈനിൽ കേൾക്കുന്നവരുണ്ട്. ഈ സദസ്സിന് മറക്കപ്പുറത്തിരിക്കുന്ന സഹോദരിമാരും ആ നോമ്പ് വീട്ടിയിട്ടില്ല. ഇപ്പോഴും ഇരിക്കുക. റമദാൻ വരിക. ഇതിപ്പോ ഈ റമദാന് സുഖമായിട്ട് റമദാന് മുമ്പ് ഈ സമയത്ത് വീട്ടാൻ പറ്റുന്നതാണ്. 13, 14, 15 പിടിച്ചു. അതിനോടൊപ്പം തന്നെ ഒരു 3 എണ്ണം കൂടി ചേർത്ത് പിടിച്ചാൽ അൽഹംദുലില്ലാ ആ റമദാനിലെ നോമ്പ് ഖളാ വീട്ടാൻ. ഇവിടെ ഈ സുന്നത്തും കിട്ടി, ഫർളായത് ഖളാവും വീടാൻ പറ്റി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് പിന്തിച്ച് ലാസ്റ്റത്തേക്ക് വെക്കണ്ട. കാരണം അപ്പൊ റമദാനിലെ നോമ്പിന് ഒരു ബുദ്ധിമുട്ടും പ്രയാസവുമായി പോകും. അപ്പൊ ആ രീതിയിൽ ചെയ്യണം. ഇത് ചെയ്യാതെ പിന്തിക്കൽ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പലപ്പോഴും അധികം ആളുകളും അറിയാത്തൊരു വിഷയം. ഈ റമദാൻ കഴിഞ്ഞ റമദാനിലെ നോമ്പ് ഈ റമദാനായിട്ടും ഖളാ വീട്ടാതിരുന്നാൽ പിന്തിച്ചതിന്റെ ശിക്ഷ ഉണ്ടാകും. അത് ഉറപ്പാണ്. ഈ റമദാനും കഴിഞ്ഞു പിന്നെ അടുത്ത റമദാനിലേക്ക് എത്തി, അല്ലെങ്കിൽ റമദാന് ശേഷമാണ് നീ വീട്ടുന്നത് എങ്കിൽ ഓരോ നോമ്പിനൊപ്പം ഓരോ മുത്തുകൂടി കൊടുക്കൽ നിർബന്ധമാണ്. ഫത്ഹുൽ മീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് കളി. മനസ്സിലായില്ല? മസല മാറി. അപ്പൊ അയാൾ 10 വർഷത്തോളം അയാൾ നോമ്പ് മുറ്റു വീട്ടിയിട്ടില്ല. 10 വർഷം മുമ്പ് അയാൾക്കൊരു 20 നോമ്പ് പിടിക്കാനുണ്ടായിരുന്നു. എങ്കിൽ 10 വർഷങ്ങൾക്കിപ്പുറം അയാൾ കൊടുക്കുന്ന സമയത്ത് 10 നോമ്പ് വിട്ടുവിട്ടുന്നതിനോടൊപ്പം 20 നോമ്പ് അയാൾക്ക് വിട്ട്, അല്ലെങ്കിൽ ഒരു 10 നോമ്പാണ് പിടിച്ചു വിട്ടാനുള്ളത്. 20 നോമ്പോ 10 നോമ്പോ എത്രയാണോ ആ നോമ്പ് പിടിക്കുന്നതിനോടൊപ്പം അവര് 10 മുദ്ദ് അല്ലെങ്കിൽ 20 നോമ്പാണെങ്കിൽ 20 മുദ്ദ് കൊടുക്കൽ നിർബന്ധമാണ്. 20 മുദ്ദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 10 മുദ്ദ്, 1 മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്ററാണ്. 2 കൈകൾ ഇങ്ങനെ ഒരു മധ്യനിലയിലുള്ള ഒരു വ്യക്തി അരി ഇങ്ങനെ കോരിയെടുത്താൽ എത്രയാണ് ഉണ്ടാവുക? അതാണ് 1 മുദ്ദ്, 800 മില്ലി ലിറ്റർ. അതെല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ സക്കാത്ത്, ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നുള്ളതുകൊണ്ട് ഇതിന്റെ അളവുകളൊക്കെ നമുക്ക് വ്യക്തമായി അറിയാവുന്നവരാണ്. ഞാനിത് പറയാൻ കാരണം പലരും ഇത് നൽകാറില്ല. 1 മുദ്ദ് അരി പാവങ്ങൾക്ക് നൽകൽ നിർബന്ധമാണ്. ഓരോ നോമ്പിനും ഒരു റമദാൻ പിടിച്ചു വീട്ടേണ്ട നോമ്പ് അടുത്ത റമദാനിന് മുമ്പായി പിടിച്ചു വീട്ടാൻ പറ്റിയില്ല. പിറ്റത്തെ റമദാൻ കഴിഞ്ഞു പോയെങ്കിൽ, അഥവാ കഴിഞ്ഞ റമദാനിലെ നോമ്പ് ഈ റമദാന് മുമ്പ് പിടിച്ചു വീട്ടണമായിരുന്നു, പിടിച്ചു വീട്ടിയില്ല. ഈ റമദാൻ കഴിഞ്ഞു നമ്മൾ പിന്തിപ്പിച്ചാൽ കിട്ടുന്ന പ്രശ്നം എന്താണ്? പിന്തിപ്പിച്ചതിന്റെ ശിക്ഷ എന്തായാലും ഉണ്ടാകും. നോമ്പ് നോറ്റ് വീട്ടുകയും വേണം. അതിനോടൊപ്പം തന്നെ റമദാൻ കഴിഞ്ഞിട്ടാണ് നീ വീട്ടുന്നതെങ്കിൽ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം കൊടുക്കൽ നിർബന്ധമാണ്. മനസ്സിലാകുന്നു? അപ്പൊ 6 നോമ്പ് വിട്ടു എങ്കിൽ ആ 6 നോമ്പിനും എന്ത് കൊടുക്കണം? 6 മുദ്ദും കൊടുക്കണം എന്നർത്ഥം. ഇത് മസലയാണ്. ഇത് അധികം ആളുകളും ശ്രദ്ധിക്കാറില്ല, ചെയ്യാറുമില്ല. നിർബന്ധമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് പഠിച്ചു വെക്കേണ്ട ഒരു മസല തന്നെയാണ്. ഇനി നിൽക്കട്ടെ, ആ ദിവസം ശരിക്കും നല്ലതുപോലെ അമൽ ചെയ്യാം. അപ്പൊ ഇതുവരെ പറഞ്ഞത് നമുക്ക് അമൽ ചെയ്യാനുള്ള വിഷയങ്ങളാണ് പറഞ്ഞത്. ആ ദിവസങ്ങൾ ശരിക്കും നമ്മൾ അമൽ ചെയ്യാം. അന്നത്തെ ഒരു ദിവസം ബുധനാഴ്ച ദിവസം നല്ലതുപോലെ അമൽ ചെയ്യും. നോമ്പ് അനുഷ്ഠിക്കാത്ത ഒരൊറ്റ കുഞ്ഞും നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല. എല്ലാവരും അന്ന് നോമ്പായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ പറയ്. അല്ലാഹ് മുസ്ലിയാരെ വിളിച്ച് ഫസ്റ്റ് ദിവസത്തെ വാദം തന്നെ എന്തായാലും ഉറപ്പെട്ട് നോമ്പ് കൊണ്ടാ വന്നേക്കാം. റമളാൻ വരുമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. നോക്കുമ്പോൾ അതിന് മുമ്പേ നോമ്പ് കൊണ്ടാ വന്നിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. നമ്മളെ പരാകരുത്. ദീനാണ് ഈ പറയുന്നത്. അനുഷ്ഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ നോമ്പൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേ ചിലർക്ക് മാനസികമായിട്ടൊരു വെറുപ്പാണ്. അങ്ങനെ വരാൻ പാടില്ല.
കഴിഞ്ഞ 30-35 വർഷമായിട്ട് എല്ലാ തിങ്കളും വ്യാഴവും നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തിയെ എനിക്കറിയാം. ഒരൊറ്റ ആഴ്ചയിൽ മുടങ്ങിയിട്ടില്ല. തിങ്കളാഴ്ചയും നോമ്പാണ്, വ്യാഴാഴ്ചയും നോമ്പാണ്. 35 വർഷമായിട്ട്. അതോടൊപ്പം തന്നെ അറബി മാസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യാമുൽ ബീദും അയ്യാമു സൂദും അദ്ദേഹത്തിന് നോമ്പാണ്. എന്ന് പറഞ്ഞാൽ 13, 14, 15, 27, 28, 29 അതും പിടിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു മാസത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരു 10-12 നോമ്പുണ്ടാവും നിർത്താം. ഒരു പ്രശ്നവുമില്ല മാസത്തിൽ. അതുകൊണ്ടെന്താ, ആള് നല്ല ടിപ് ടോപ്പാണ്, നല്ല ആരോഗ്യ. നമുക്കിവിടെ ക്ഷീണമാണ്. ഇപ്പൊ തന്നെ എല്ലാവരും ഉറക്കം തൂങ്ങിയിരിക്കുന്നു, ഷുഗർ പിടിച്ചിരിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആണോ അല്ലയോ? വേഗം നിർത്തിയാൽ പോയി വേഗം ഇൻസുലിൻ എടുക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒക്കെ അസുഖക്കാരായി മാറി, ആരോഗ്യമില്ല. നോമ്പ് അനുഷ്ഠിക്കാൻ തന്നെ നബിതങ്ങൾ പറഞ്ഞത് എന്തിനാ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂമൂ തസിഹൂ, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണേ സഹാബ, ആരോഗ്യമുള്ളവരാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ കൊഴുപ്പ് ഇതെല്ലാം കുറയണ്ടേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? നോമ്പ് പിടിക്കണം. മാസത്തിൽ ഒരു 3 നോമ്പെങ്കിലും നമ്മൾ അനുഷ്ഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ചെയ്താൽ കൂലി കിട്ടുന്ന ഒരു മതം വിശുദ്ധ ഇസ്ലാമേ ഉള്ളൂ. ബാക്കി എല്ലാ മതത്തിലും അവൻ ഡയറ്റാണെന്ന് പറയുള്ളൂ. നമ്മൾ നോമ്പായിട്ട് അത് നിയ്യത്ത് ചെയ്താൽ അൽഹംദുലില്ലാ അതിന് കൂലി കൂടി കിട്ടുകയാണ്, പ്രതിഫലം കൂടി കിട്ടുകയാണ്. ഇപ്പൊ എത്രയോ ചെറുപ്പക്കാരുണ്ട് ഡയറ്റ് ചെയ്യുന്നവർ, എത്രയോ ഉമ്മമാരുണ്ട് ഡയറ്റ് ചെയ്യുന്നവർ. അവരത് നിയ്യത്ത് വെച്ചിട്ടൊരു നോമ്പ് കൂടി അങ്ങ് പിടിച്ചാൽ അൽഹംദുലില്ലാ ഡയറ്റിങ്ങുമായി, അതോടൊപ്പം തന്നെ അവരുടെ നിയ്യത്ത് പ്രകാരം തന്നെ അൽഹംദുലില്ലാ നോമ്പും കൂടി കിട്ടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് നിലകൊള്ളണേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് വിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാനിന്റെ 15ന്റെ രാവും അതിന്റെ പകലും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് നൽകണേ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രായമുള്ളതാകുന്ന ആളുകൾ, അതുപോലെ തന്നെ രോഗികളായ ആളുകൾ, അത്തരത്തിലുള്ളതാകുന്ന ആളുകളൊക്കെ നോമ്പ് പിടിച്ചു വീട്ടാതെ നീട്ടി പോകുന്നതായ ആളുകളുണ്ട്. അവരും ഈ പറഞ്ഞതാകുന്ന വിഷയം ശ്രദ്ധിക്കണം. റമദാനിന് മുമ്പ് പിടിച്ചു വീട്ടാൻ സാധിക്കുമെങ്കിൽ വീട്ടണം. റമദാൻ കഴിഞ്ഞു പോയാൽ ഓരോ നോമ്പ് പിന്നീട് വീട്ടുന്നതിനോടൊപ്പം എന്തുകൂടി വേണം? ഓരോ മുത്തുകൂടി വേണം. രോഗികളായ ആളുകളുണ്ടാവും ഈ മജ്‌ലിസിൽ. പ്രായം കൊണ്ട് ബുദ്ധിമുട്ടാണ്, റമദാനിൽ നോമ്പ് പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ ആദ്യം തന്നെ ചെയ്യേണ്ട എന്താണ്? ആ റമദാനിലേതാകുന്ന 30 ദിവസം കണക്കാക്കി ഓരോ ദിവസത്തിനും 800 മില്ലി വീതം കണക്കാക്കിയിട്ട് അരി എടുത്തു കൊടുക്കണം. ഒരു ചാക്ക് അരി അങ്ങ് എടുക്കുക, റാഹത്തായി. 10-25 കിലോ ഉണ്ടെങ്കിൽ റാഹത്തായി. ഒരു 25 കിലോയുടെ ചാക്ക് എടുത്ത് അരി എടുത്തിട്ട് എന്ത് ചെയ്യുക? റാഹത്തായിട്ട് പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യുക? നിയ്യത്ത് ചെയ്യുക. അരി ഒന്നായിട്ട് എടുത്തു വെച്ചിട്ട് നിയ്യത്ത് ചെയ്താൽ മതി. ഇതെന്റെ റമദാനിലെ നോമ്പ് പിടിക്കാൻ പറ്റാത്തതിന്റെ ഫിദിയാണ്, പ്രായച്ചിത്തമായിട്ട് നൽകുകയാണ് എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്തിട്ട് അത് കൊടുക്കുക. പ്രായമുള്ള ആളുകളാണെങ്കിൽ നോമ്പ് പിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതുപോലെ രോഗാതുരമാകുന്ന അവസ്ഥയിൽ കിടക്കുന്ന ആളുകളുടെ കാര്യമാണ് ഈ പറയുന്നത്. തിരിച്ചൊരിക്കലും അവർക്ക് തിരിച്ചാ രോഗം ശമനം വരുമെന്നോ പ്രായാധിക്യം കൊണ്ടുള്ളതാകുന്ന ബുദ്ധിമുട്ട് മാറുമെന്നോ ഒരിക്കലും അവർക്ക് പ്രതീക്ഷയില്ല. അങ്ങനത്തെയുള്ള ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവന് ചിന്തിക്കാൻ നല്ലതുപോലെ മനസ്സിലാക്കി ഈ രാവുകളെ നല്ലതുപോലെ ജീവസുറ്റതാക്കിയാൽ അവന് ദുനിയാവിലും വിജയം കിട്ടും, ആഖിറത്തിലും വിജയം കിട്ടും. നല്ല ദുആഇന് ഇജാബത്തുള്ള രാവാണ്. നിങ്ങൾ ആ ദുആഇൽ ഉൾപ്പെടുത്തണം. ഈ വിനീതനെയും കുടുംബത്തെയും ലോക മുസ്ലിമുകൾ ഉൾപ്പെടുത്തണം. എത്രയോ വിഷയങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നു. അതിലൊക്കെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി ശരിക്കും ദുആ ചെയ്യണം. ഓരോന്നും എണ്ണി പറഞ്ഞ് ദുആ ചെയ്യണം. ദുആ ചെയ്യാൻ ചിലർക്ക് അറിയില്ല എന്നാണ് പരാതി. എത്രയോ മണിക്കൂറുകളാണ് നമ്മൾ വർത്തമാനം പറയുന്നത് സഹോദരങ്ങൾ. നമ്മുടെ ഓരോ ഉദ്ദേശങ്ങൾ ഒരു പേപ്പർ പേന എടുത്ത് എഴുതിയിടും. ദ്വാരക്കാൻ അറിയാത്തവരോടായി പറയും. എന്നിട്ട് അത് വായിച്ചു ദ്വാരക്കും ഓരോ വിഷയങ്ങളും.
നിങ്ങൾക്ക് അല്ലാതെ ഇരിക്കുമ്പോൾ ഓർമ്മ വരും. ആ ഓർമ്മ വരുന്നത് മുഴുവൻ ഒരു ഡയറിയിലോട്ട് എഴുതി വെക്കും. മക്കളുടെ വിഷയം, അവരുടെ പരീക്ഷയുടെ വിഷയം, രോഗത്തിന്റെ വിഷയം, നിങ്ങളുടേതാകുന്ന വ്യക്തിപരമായുള്ള വിഷയം, ഭർത്താവിന്റെ വിഷയം, അതെല്ലാം ഇങ്ങനെ എഴുതിയിട്ടിട്ട് അത് വായിച്ചിങ്ങനെ ദ്വാരക്ക്. ചിലപ്പോൾ ദ്വാരക്ക് സമയത്ത് ഇതൊന്നും ഓർമ്മ വന്നോണമെന്നില്ല, ഒരു പരാതിയാണ് നിങ്ങൾക്ക് എങ്കിൽ ഇതിങ്ങനെ എഴുതിയിട്ടാൽ എപ്പോൾ ദ്വാരുന്നാലും ആ ലിസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ മുന്നിൽ വെക്കുക. ദ്വാരക്ക് നമ്മൾ വീട്ടിലല്ലേ ചെയ്യുന്നത്. നമ്മൾ അല്ലാഹു തആല നമ്മുടെ അവസ്ഥകളൊക്കെ അറിയാവുന്നതാണ്. ഞാനിത് പറയുന്നത് എല്ലാ വിഷയങ്ങളും ഉൾപ്പെട്ടുകൊണ്ട് ദ്വാരക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരൊറ്റ ദുആ കൂടി കൊണ്ടുവരണം. അല്ലാഹുവേ, നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം ഖൈർ ബറകാത്തുകൾ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ നാഥാ. നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെല്ലാം ശുറൂർ ഫസാദുകളെ തൊട്ട് നിന്നോട് കാവൽ തേടിയിട്ടുണ്ടോ അതിനെ തൊട്ടെല്ലാം കാവൽ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥാ. എല്ലാം ഉൾപ്പെട്ടു അതിൽ. കാരണം നബിതങ്ങൾ ചോദിക്കാത്ത ഖൈറുകളില്ല, ബറകാത്തുകളില്ല. നബിതങ്ങൾ കാവൽ തേടാത്ത ശുറൂർ ഫസാദുകളില്ല. ആ ദുആ കൂടി കൊണ്ടുവന്നിട്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ദുആ ചെയ്യ്. ദുആ തുടങ്ങുമ്പോൾ ഹംദ് കൊണ്ട് തുടങ്ങി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എപ്പോൾ ദുആ തുടങ്ങിയാലും അങ്ങനെ വേണം. ഇതൊന്നും വെറുതെ കാട്ടിക്കൂട്ടുന്നതല്ല, ഇതിനൊക്കെ അസിലുണ്ട്. ഹംദ് കൊണ്ട് ആരെങ്കിലും ആരംഭിച്ചാൽ തീർച്ചയായും അത് ബറക്കത്തുള്ളതായി മാറും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വലാത്ത് ചൊല്ലിയിട്ട് വേണം ദ്വാരക്കാൻ. ഹംദിനോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ഏത് സ്വലാത്തും, ഇബ്രാഹിമിയ സ്വലാത്ത് നിനക്കറിയാവുന്നത് അത് ദുആ ചെയ്യ്. ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ്. ദുആ അവസാനിപ്പിക്കുമ്പോഴും വീണ്ടും നീ എന്ത് ചെയ്യാൻ? ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും അവസാനിപ്പിക്കാൻ. അങ്ങനെ ചെയ്താൽ ദുആഇന് ഇജാബത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖിബിലക്ക് അഭിമുഖമായിരിക്കണം. തല മറച്ച്, ശരീരത്തിന്റെ നഗ്നതകൾ മറച്ച്, ഔറത്ത് മറച്ച്, വുളൂഓടുകൂടി നല്ല വൃത്തിയായ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുക. വെറുതെ കാട്ടിക്കൂട്ടുകയല്ല. പള്ളിയിലൊക്കെ നിസ്കാരം കഴിഞ്ഞ് ധൃതി പിടിച്ചു പോകാതെ 2 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഒന്ന് ദുആ ചെയ്ത് നോക്കി. നിങ്ങളൊന്ന് ദുആ, നിങ്ങളുടെ മനസ്സിൽ നിന്നൊരു ഭാരമാണ് നിങ്ങൾ ഇറക്കി വെക്കുന്നത്. ശരിക്കും ദുആ ചെയ്യണം. ഇന്നത്തെ തലമുറയിൽ ആൺമക്കളുമില്ല, പെൺമക്കളുമില്ല ദുആ ചെയ്യുന്നവർ. വാപ്പമാരുമില്ല, ഉമ്മമാരുമില്ല ദുആ ചെയ്യുന്നവർ. എല്ലാം ധൃതിക്കാരാ. നിസ്കാരം കഴിഞ്ഞ് ഇമാം സലാം വിട്ട് ഉടനെ എല്ലാവരും എഴുന്നേറ്റ് പോവാൻ. അത് അങ്ങനെ എഴുന്നേറ്റ് പോകണം നിർബന്ധമുണ്ടോ? ഒന്നുമില്ല. നമ്മൾ അവിടെ ഇരിക്കുന്നു. 2 മിനിറ്റ് കൂടി ഇരുന്നിട്ട് നിങ്ങളുടെ സ്വന്തം കാര്യം ഒരുപാട് ചോദിക്കാനുണ്ട്. അതവിടെ ഇരുന്ന് ചോദിക്കാൻ ആരും നിങ്ങളെ കളിയാക്കുകയോ ഒന്നും ചെയ്യൂല. അള്ളാഹിന്റെ പള്ളിയിൽ വന്നിരിക്കാൻ, ഇഅ്തികാഫിന് നിയ്യത്തോടു കൂടി ഇരിക്കാൻ, ഖിബിലക്ക് അഭിമുഖമായി ഇതുപോലൊരു അവസരം കിട്ടൂല. കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന രോഗികളായ ആളുകൾ ആയിരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കിടക്കയിലാണ് അവരിപ്പോ. മുമ്പ് ഇതേപോലെ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് ഓടിയവരാണ്. ഇന്ന് രോഗശയ്യയിലാണ്, കിടപ്പിലാണ്. അവർക്കൊന്ന് പള്ളിയിൽ പോകാൻ വേണ്ടി അവർ കൊതിക്കാൻ, മലമൂത്ര വിസർജനം കിടക്കയിൽ കിടന്നുകൊണ്ട് നടത്തുന്നവരായി അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വിപത്തുകൾ വരുന്നതിന് മുമ്പ് നിന്റേതാകുന്ന ഈ ചെറുപ്പ കാലഘട്ടം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. عن أسامة بن زيد رضي الله تعالى عنه قال سألت النبي صلى الله عليه وسلم. أسامة بن زيد رضي الله عنه പറയുകയാണ്, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു പോയി, ലം അറക തസൂമ ശഹറൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. പരിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാൻ മാസം, റമദാൻ കഴിഞ്ഞാൽ ശഅബാനിൽ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലേ തങ്ങൾ ഒരു ദിനവും നോമ്പനുഷ്ഠിക്കുന്നതായി കണ്ടിട്ടില്ലല്ലോ ഹബീബേ. ലം അറക തസൂമ ശഹറൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. നബിയേ തങ്ങളെ ഇന്ന് വരെ ദർശിച്ചിട്ടില്ല റസൂലേ. പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം നോമ്പ് നോക്കുന്നത്, ഒരു മാസവും നോമ്പ് നോക്കുന്നത് കണ്ടിട്ടില്ലല്ലോ റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, ഉസാമ ذلك الشهر يغفل الناس بين رجب ورمضان. പുണ്യ
പുണ്യമാക്കപ്പെട്ടതായ റജബ് മാസത്തിന്റെയും പവിത്രമായ റമദാൻ മാസത്തിന്റെയും ഇടയിലുള്ള ഈ ശഅബാനിനെ പലരും അശ്രദ്ധ വെക്കാറുണ്ട് സഹാബ, പലരും അവഗണിച്ച് പോകാറുണ്ട് സഹാബ. അവഗണിച്ച് പോകുന്ന മാസമാണ്, അശ്രദ്ധ വെക്കുന്നതായ മാസമാണ്. ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന ഈ മാസത്തെ അശ്രദ്ധ വെക്കരുതേ, ചെയ്താൽ നന്മയുണ്ട്, ചെയ്താൽ കൂലിയുണ്ട് എന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുണ്യമാക്കപ്പെട്ടതായ ശഅബാൻ മാസം കൂടുതൽ കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്നത്. എന്താ പറഞ്ഞത്? റജബ് മാസം ശ്രേഷ്ഠതയുള്ള മാസമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു റമദാൻ കഴിഞ്ഞാൽ നോമ്പ് പിടിക്കൽ പിന്നെ ഏറ്റവും പുണ്യമുള്ള മാസം ഏതാണ്? ഓർമ്മയുണ്ട? റജബ് അവാർഡ് കൊടുക്കാം. ഏതാണ്? മുഹറം. മാഷാ അല്ലാഹ്. ആരാ പറഞ്ഞത്? ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പൊഴിച്ച കൂലിയുള്ള മാസം ഏതാ? മുഹറം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട മാസങ്ങൾ ഏതാ? ദുൽഖഅദ, ദുൽഹിജ്ജ, പവിത്രമായ റജബ് മാസം. പിന്നെ ആ 3 മാസങ്ങളും ഒരേപോലെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൂലിയുള്ളത് നോമ്പനുഷ്ഠിക്കലുള്ള മാസമാണ് ഏത്? പറയൻ. ശഅബാൻ മാസം. അത് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വിശുദ്ധമായ റജബ് മാസവും ശ്രേഷ്ഠതയുള്ള മാസമാണ്, റമദാനും ശ്രേഷ്ഠതയുള്ള മാസമാണ്. ഇത് രണ്ടിനും ഇടയിൽ വന്ന മാസമാണ് ഏത്? ശഅബാൻ മാസം. ഈ ശഅബാനിൽ പലരും നോമ്പൊന്നും പിടിക്കാതെ ഇബാദത്തൊന്നും എടുക്കാതെ അശ്രദ്ധ വെക്കാറുണ്ട്. അശ്രദ്ധ വെക്കുന്ന മാസമാണ്, ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാണിത്. പക്ഷെ ഈ മാസം വളരെ മഹത്തമാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാസത്തിൽ നോമ്പ് അധികമായി പിടിക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ